ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ 1925 ശിവഗിരിയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ച കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലെ വഴിത്തിരിവാണെന്ന് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA പറഞ്ഞു. ശിവഗിരി മഠം രാജീവ് ഗാന്ധി പഠന ഗവേഷണ കേന്ദ്രം ആഭിമുഖ്യത്തിൽ ഗുരു ഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി മാർച്ച് 6 കൊല്ലത്ത് നടക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടിയിലേക്കുള്ള ഛായാചിത്ര ജാഥയ്ക്ക് തലശ്ശേരിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ജാഥ ക്യാപ്റ്റൻ കൂടിയായ സജീവ് ജോസഫ് MLA. MP അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. KPCC ട്രഷറർ VA നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ആനന്ദതീർത്ഥ ട്രസ്റ്റ് ചെയർമാൻ TV വസുമിത്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രേമാനന്ദ സ്വാമികൾ, സജീവ് മാറോളി, അഡ്വക്കേറ്റ് CG അരുൺ, K ശശിധരൻ, KV രജീഷ്, PV രാധാകൃഷ്ണൻ, രാജീവൻ, K സുരേശൻ എന്നിവർ സംസാരിച്ചു. പയ്യന്നൂരിലെ ശ്രീനാരായണ വിദ്യാലയത്തിൽ നിന്നും അഭിമന്യനായ കഥാകൃത്ത് T പത്മനാഭൻ ഉദ്ഘാടനം ചെയ്ത് കൈമാറിയ ഛായാചിത്രവുമായിട്ടാണ് ഈ നാട്ടിലെ നിങ്ങളുടെ ഇടയിലേക്ക് നിങ്ങളുടെ അനുഗ്രഹം തേടി നിങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ വാങ്ങുന്നതിനും സമ്മേളന നഗരിയിലെ ഈ യാത്ര പുറപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. നാം എല്ലാം അറിയുന്നത് പോലെ ഗുരുദേവന്റെയും ഗാന്ധിജിയുടെയും കൂടിക്കാഴ്ച അത് നമ്മുടെ രാജ്യത്തെ മാറ്റിമറിച്ച ആധുനിക കേരളത്തെ കെട്ടിപ്പടുത്ത സാമൂഹ്യ മാറ്റങ്ങൾക്ക് പരിവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടിയ ഏറ്റവും മഹത്തരമായ കൂടിക്കാഴ്ചയാണ് എന്ന കാര്യം നമുക്കറിയാം. ആ കൂടിക്കാഴ്ച മഹാത്മാഗാന്ധി അതേക്കുറിച്ച് പിന്നീട് പറഞ്ഞത് തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു കണ്ടുമുട്ടലാണ് ശ്രീനാരായണ ഗുരുവുമായി കണ്ടുമുട്ടിയ ശ്രീനാരായണ ഗുരുദേവനുമായി സംവദിച്ച കാര്യമെന്ന് മഹാത്മാവ് പറയുകയുണ്ടായി. തൻ്റെ പിന്നീടുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് പുതിയ ദിശാബോധം നൽകിയിട്ടുള്ള വാക്കുകളാണ്, സംഭാഷണങ്ങളാണ്, അതുപോലെ തന്നെ നല്ലൊരു അനുഭവമാണ് ഗുരുദേവനിൽ നിന്നും ലഭിച്ചത് എന്ന് ഗാന്ധിജി പിന്നീട് പറയുകയുണ്ടായി.